കേരള ഹൈക്കോടതിയില് വിവിധ തസ്തികകളിലേക്ക് കരാര് അടിസ്ഥാനത്തില് നിയമനം നടത്തുന്നതിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. കേരള ഹൈക്കോടതിയില് വിവിധ തസ്തികകളിലേക്ക് കരാര് അടിസ്ഥാനത്തില് നിയമനം നടത്തുന്നതിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി. ആകെ 49 ഒഴിവുകളാണ് ഈ വിജ്ഞാപനത്തിലൂടെ നികത്തുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് 2025 ഡിസംബർ 16 വരെ ഹൈക്കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഏറ്റവുമധികം ഒഴിവുകളുള്ളത് ട്രാൻസ്ലേറ്റര് തസ്തികയിലാണ്, 20 ഒഴിവ്. ഏതെങ്കിലും വിഷയത്തില് ബിരുദമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ട്രാൻസ്ലേറ്റർമാർക്ക് 31,020 രൂപയാണ് ശമ്പളം. ടെക്നിക്കല് അസിസ്റ്റന്റ് 16 ഒഴിവ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റര് 12 ഒഴിവ് എന്നീ തസ്തികകളിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ടെക്നിക്കല് അസിസ്റ്റന്റിന് 30,000 രൂപയും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് 22,240 രൂപയുമാണ് ശമ്പളം. ഇലക്ട്രോണിക്സ്, IT, കമ്പ്യൂട്ടര് സയൻസ് എന്നിവയില് ഡിപ്ലോമയുള്ളവർക്ക് ടെക്നിക്കല് അസിസ്റ്റന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റര് തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. ബിരുദധാരികൾക്ക് കമ്പ്യൂട്ടര് സർട്ടിഫിക്കറ്റോടെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാകാനും അവസരമുണ്ട്. സീനിയര് കമ്പ്യൂട്ടര് പ്രോഗ്രാമര് തസ്തികയില് ഒരു ഒഴിവുണ്ട്. MCA, B.Tech ബിരുദധാരികൾക്ക് 60,000 രൂപ വരെ ശമ്പളത്തില് ഈ തസ്തികയില് ജോലി നേടാന് സാധിക്കും. ട്രാൻസ്ലേറ്റര്, ടെക്നിക്കല് അസിസ്റ്റന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റര് തസ്തികകളിലേക്ക് 1989 ജനുവരി 2-നും 2007 ജനുവരി 1-നും ഇടയില് ജനിച്ചവർക്കാണ് അപേക്ഷിക്കാന് യോഗ്യത. സീനിയര് കമ്പ്യൂട്ടര് പ്രോഗ്രാമർക്ക് പ്രായപരിധിയില് മാറ്റമുണ്ട്. ഉദ്യോഗാർത്ഥികള് ഒറ്റത്തവണ രജിസ്ട്രേഷന് പൂർത്തിയാക്കിയ ശേഷം യോഗ്യതാ സർട്ടിഫിക്കറ്റുകള്, ഫോട്ടോ, ഒപ്പ് എന്നിവ സ്കാന് ചെയ്ത് അപ്ലോഡ് ചെയ്താണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്തു നോക്കൂ, ജോലി ഉറപ്പായും ലഭിക്കും.